നമ്മോടൊപ്പം വത്സൻ തില്ലങ്കേരി ചേരുന്നുണ്ട്. ശ്രീ വത്സൻ തില്ലങ്കേരി, കഴിഞ്ഞ ദിവസം ശിവഗിരിയിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ വിവാദ പ്രസ്താവന, ശ്രീനാരായണ ഗുരു സനാതന ധർമ്മത്തിന്റെ വക്താവല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. പക്ഷേ ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ഇന്നും മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. കാരണം അതേ വേദിയിൽ വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ളവർ മുഖ്യമന്ത്രിയെ തിരുത്തിയിരുന്നു. അത്തരത്തിലല്ല സനാതന ധർമ്മം എന്ന് പറയുന്നത്, അത്തരത്തിൽ ശ്രീനാരായണ ഗുരു അതിന്റെ വക്താവല്ല എന്ന് ഒരിക്കലും മുഖ്യമന്ത്രി പറയാൻ പാടില്ല എന്നുള്ള വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ പോലും അതിൽ തിരുത്താൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ് അല്ലേ? അതിൽ മുഖ്യമന്ത്രി കുറെ കാലമായി CPM നടത്തിക്കൊണ്ടിരിക്കുന്ന മഹാപുരുഷന്മാരെ, അവരുടെ ദർശനങ്ങളെ, അതിനെ ആക്ഷേപിക്കാനും അതിനെ വക്രീകരിക്കാനും വേണ്ടി CPM നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമത്തിന്റെ തുടർച്ച എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് പിണറായി വിജയനും ഇക്കാര്യം പറയുന്നത്. CPMന്റെ എക്കാലത്തെയും നിലപാട് ഇത് തന്നെയാണ്. സനാതന ധർമ്മത്തെ അല്ല ശ്രീനാരായണ ഗുരു പിന്തുടർന്നതെങ്കിൽ ഏതിനെയാണ് പിന്തുടർന്നത് എന്ന് വ്യക്തമാക്കാൻ അവർ തയ്യാറാകണം. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ അടിസ്ഥാനത്തിൽ മാർക്സിനെ എംഗൽസിനെയാണോ ശ്രീനാരായണ ഗുരു പിന്തുടർന്നത്? നാരായണ ഗുരു ഏതിനെ പിന്തുടർന്നു എന്നാണ് ഇവർ പറയുന്നത്. അപ്പോ ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം 2-3 കാര്യങ്ങൾ. ഒന്ന്, അദ്ദേഹത്തിന്റെ ജീവിതം. ആ ജീവിതകാലത്ത് അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളതാണ് അദ്ദേഹത്തെ വിലയിരുത്തുന്ന സമയത്ത് ഒരു പാഠപുസ്തകമായി നമ്മുടെ മുമ്പിലുള്ളത്. ശ്രീനാരായണ ഗുരു അന്ന് നമ്മുടെ സമൂഹത്തിൽ നിലവിലുണ്ടായിരുന്ന ഐത്തവും അനാചാരങ്ങളും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ ദർശനത്തിന് അദ്ദേഹം ആശ്രയിച്ചത് അദ്വൈതം എന്നുള്ളതാണ്. അദ്വൈതം എന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിന്റെ ഇതിഹാസ പുരാണാദികളിലും വേദോപനിഷത്തുകളിലും അതിന്റെ തത്വമായി നിലകൊള്ളുന്നതാണ് അദ്വൈതം എന്ന് പറയുന്നത്. ആ അദ്വൈതം എന്ന് പറയുന്നത് രണ്ടില്ല എന്നുള്ളതാണ്. ഈശ്വരന്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ്. ഈ പ്രപഞ്ചവും അതുപോലെ തന്നെ ഈശ്വരനും എല്ലാം ഒന്നാണ്. അപ്പോ അതിനിടയിൽ വേറെ വിഭജന മനസ്ഥിതി ഉണ്ടാകാൻ പാടില്ല. ഇത് രണ്ടില്ല, ഒന്നേ ഉള്ളൂ എന്നുള്ള ഒരു തത്വമാണ്. ആ തത്വമാണ് സനാതന ധർമ്മത്തിന്റെ തത്വം എന്ന് പറഞ്ഞത്. അപ്പോൾ സനാതന ധർമ്മത്തെ പിന്തുടരുക എന്ന് പറഞ്ഞാൽ ആ തത്വം പിന്തുടർന്നുകൊണ്ടാണ് ഗുരുദേവൻ അദ്ദേഹത്തിന്റെ ജീവിത വീക്ഷണം രൂപപ്പെടുത്തിയത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ഒരു ആധ്യാത്മിക ദർശനമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്തത്? അരുവിപ്പുറത്തെ പ്രതിഷ്ഠ നിർവഹിച്ചു. 1888 അരുവിപ്പുറത്തെ പ്രതിഷ്ഠ നിർവഹിക്കുന്നത്. ആ പ്രതിഷ്ഠ നിർവഹിച്ചതിനെ തുടർന്ന് കേരളത്തിൽ മിക്കവാറും എല്ലാ ജില്ലകളിലും ക്ഷേത്ര പ്രതിഷ്ഠകൾ നടത്തി. എന്താണ് അദ്ദേഹം പ്രതിഷ്ഠിച്ചത്? അദ്ദേഹം പ്രതിഷ്ഠിച്ചത് ഹിന്ദു ദേവീ ദേവന്മാരെയാണ്. അപ്പോൾ സനാതന ധർമ്മത്തിന്റെ ദർശനങ്ങളെ ജീവിത പദ്ധതികളായി അനുഷ്ഠിക്കുന്ന ആളുകളുടെ ആരാധ്യ പുരുഷന്മാരെയാണ്, ദേവീ ദേവന്മാരെയാണ് അദ്ദേഹം പ്രതിഷ്ഠിക്കുന്നത്. അപ്പോ ക്ഷേത്ര പ്രതിഷ്ഠകൾ നടത്തിയിരിക്കുന്നു. ആ ക്ഷേത്ര പ്രതിഷ്ഠകൾ അവിടെ വേറെ എന്താണ് നടത്തിയിരിക്കുന്നത്? ഈ സനാതന ധർമ്മത്തിന്റെ ഭാഗമല്ലാത്ത എന്തെങ്കിലും ഗുരു നടത്തിയിട്ടുണ്ടോ? ഒന്നും നടത്തിയിട്ടില്ല. അപ്പോ ക്ഷേത്ര പ്രതിഷ്ഠകളാണ് അദ്ദേഹം നടത്തിയ ഒരു കാര്യം. രണ്ടാമത്, അദ്ദേഹം ജീവിതകാലത്ത് അദ്ദേഹം എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന്റെ മഹത്തായ കൃതികളാണ്. ആ കൃതികൾ 19ഓളം കൃതികളുണ്ട്. ആ കൃതികളിലെല്ലാം അതില് സനാതന ധർമ്മത്തിൽ അതിന്റെ മഹത്തായ ഗ്രന്ഥങ്ങളിൽ പറയുന്ന, ഉപനിഷത്തുകളിലും വേദങ്ങളിലെല്ലാം പറയുന്ന തത്വങ്ങളെയാണ് അദ്ദേഹം കൃതികളിലൂടെ ആവിഷ്കരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഹിന്ദു ദേവീദേവന്മാരുടെ അവരെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള സ്തുതികളും സ്തോത്രങ്ങളുമാണ് അദ്ദേഹത്തിന്റെ കൃതികളായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് രണ്ടാമത്തേത് അദ്ദേഹത്തിന്റെ കൃതികളാണ്. ആ കൃതികൾ മുഴുവനും സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ടതാണ്. മൂന്നാമത്, അദ്ദേഹം ഒരു സന്യാസി സംഘമാണ് സ്ഥാപിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ പിന്തുടർച്ചയ്ക്ക് വേണ്ടിയിട്ട് ശ്രീനാരായണ ധർമ്മ സംഘം എന്ന് പറയുന്നിട്ടുള്ള ഒരു സംഘം, ഒരു ട്രസ്റ്റാണ് അദ്ദേഹം രൂപീകരിക്കുന്നത്. അതിൽ സന്യാസി പരമ്പരയാണ് അദ്ദേഹം ഭാരതീയ ദർശനത്തിനെ സംബന്ധിച്ചിടത്തോളം സന്യാസി പരമ്പര സനാതന ധർമ്മത്തിന്റെ ഭാഗമായിട്ടാണ് സന്യാസി പരമ്പര എന്ന് പറയുന്നത്. ആ പരമ്പരയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം അനുഷ്ഠിച്ച കാര്യങ്ങൾ തുടർന്ന് ഈ സമൂഹത്തിൽ നടത്താൻ വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഈ സന്യാസി വര്യന്മാരെയാണ്. ഇങ്ങനെ ഏത് കാര്യം എടുത്തു നോക്കിയാലും ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹം പിന്തുടർന്നു വന്നത് സനാതന ധർമ്മത്തെയാണെന്ന് വളരെ വ്യക്തമാണ്. പക്ഷേ എന്താണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാടെന്നാണ് ഇക്കാര്യത്തിൽ? 1888 ഒരു സംഭവം ഉണ്ട്. 1888 ഈ ശിവഗിരിയിലെ പ്രതിഷ്ഠാ ശതാബ്ദി വാർഷികം 1988 നടക്കുകയാണ്. അപ്പൊ അതിന്റെ സംഘാടകന്മാര് എക്കാലത്തെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രമുഖ നേതാവായ ശ്രീ EMS നമ്പൂതിരിപ്പാടിനോട് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി അഭ്യർത്ഥിച്ചു. EMS അത് കയ്യോടെ തള്ളിക്കളയാണ് ചെയ്തത്. ശ്രീനാരായണ ഗുരു ആദ്യമായി പ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം ക്ഷേത്രത്തിന്റെ ശതാബ്ദിയുടെ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ക്ഷണത്തെ EMS കയ്യോടെ തള്ളിക്കളയുന്നതിന് കാരണമായിട്ട് EMS പറഞ്ഞ എന്താണെന്നറിയോ? EMS പറയുന്നത്, ഞാൻ ആ പരിപാടിയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അവിടെ ശ്രീനാരായണ ഗുരു ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയതിനെ ഞാൻ അംഗീകരിക്കുന്നു എന്ന നിലവരും, അതുകൊണ്ട് ഞാൻ പങ്കെടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് എക്കാലത്തെയും കമ്മ്യൂണിസ്റ്റുകാരുടെ നിലപാട് എന്ന് പറയുന്നത്.
അവര് എല്ലാ മഹാപുരുഷന്മാരോടും അവരുടെ നിലപാട് ഇത് തന്നെയാണ്. അവര് കുമാരഗുരുദേവനുണ്ട്, പൊയ്കയിൽ കുമാരഗുരുദേവനുണ്ട്. അദ്ദേഹത്തിനെ കുറിച്ച് ദേശാഭിമാനിയിൽ 2016 കോടിയേരി ബാലകൃഷ്ണൻ ഒരു അനുസ്മരണ ലേഖനം എഴുതുകയുണ്ടായി. അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? അതിൽ പറഞ്ഞിരിക്കുന്നത് EMS കേരളത്തിൽ നടപ്പാക്കിയ നവോത്ഥാനപരമായ ആശയം ഉൾക്കൊണ്ട ആളായിരുന്നു കുമാരഗുരുദേവൻ എന്നാണ്. EMS ജനിക്കുന്നതിന് 30 കൊല്ലം മുമ്പ് ജനിച്ച ആളാണ് കുമാരഗുരുദേവൻ. അതിനു മുമ്പ് തന്നെ ഈ ആശയം നടപ്പാക്കിയ ആളാണ് കുമാരഗുരുദേവൻ. അപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ എന്താണ് പറയുന്നത്? EMSന് മുമ്പേ ജനിച്ചിട്ട് ഈ നവോത്ഥാന പ്രവർത്തനം നടത്തിയ കുമാരഗുരുദേവൻ EMSന്റെ നവോത്ഥാന പ്രവർത്തനമാണ് നടപ്പാക്കിയത്. ഇങ്ങനെ ഈ ഇത്തരം ആളുകളുടെ ജീവിതകാലത്തും അതിന് ശേഷം അധികം കാലം ആകുന്നതിന് മുമ്പ് തന്നെ അവരെ എങ്ങനെയാണ് കൈക്കലാക്കുക, അവരെ എങ്ങനെയാണ് തങ്ങളുടേതാക്കി മാറ്റുക എന്നുള്ളതിനെ സംബന്ധിച്ച് അവരെപ്പോൾ ഈ കാര്യങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2016 ഇപ്പോഴത്തെ പിണറായി ഗവൺമെന്റിന് വന്നതിന് ശേഷം ചെയ്ത ഒരു കാര്യമുണ്ട്. അവര് ശ്രീനാരായണ ഗുരുദേവൻ ഒരു പ്രഖ്യാപനം നടത്തി, നമുക്ക് ജാതിയില്ല എന്നുള്ളത്. അതിന്റെ ശതാബ്ദി ആഘോഷം നടത്തുകയാണ് എന്ന് പറഞ്ഞിട്ട് അവർ വലിയൊരു പ്രചരണം നടത്തി. ആ പ്രചരണത്തിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചത് വലിയ ശ്രീനാരായണ ഗുരുദേവനെയും ഓർമ്മകളെയും ആക്ഷേപിക്കുന്ന നിലയിലുള്ള ഒരു കാര്യമാണ്. സത്യത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് ജാതിയില്ല എന്ന് പറഞ്ഞത് അതൊരു വിളംബരമല്ല. അവർ പറഞ്ഞു വിളംബരമാണ്, അതൊരു പരസ്യമായിരുന്നു. ആ പരസ്യം പ്രബുദ്ധ കേരളത്തിൽ ശ്രീരാമകൃഷ്ണ മിഷൻ പുറത്തിറക്കുന്ന പ്രബുദ്ധ കേരളത്തിൽ ചൈതന്യ സ്വാമികൾ കൊടുത്തൊരു പരസ്യമാണ്. ആ പരസ്യത്തിലാണ് ശ്രീനാരായണ ഗുരുവിനെ നമുക്ക് ജാതിയില്ല എന്നുള്ളത് പരസ്യം മേലെയുണ്ട്. അതിന്റെ പരസ്യം എന്ന് പറഞ്ഞിട്ട് തന്നെയാണത് കൊടുത്തത്. ശ്രീനാരായണ ഗുരുദേവൻ നേരിട്ട് കൊടുത്തതല്ലാത്തതുകൊണ്ട് ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞിട്ട്, നാരായണ ഗുരു എന്ന് പറഞ്ഞിട്ട് അതില് ഒരു മുദ്രയാണ് വെച്ചിട്ടുള്ളത്. ഇവരെന്ത് ചെയ്തു? നാരായണ ഗുരു അത് ഒരു വിളംബരമായി പുറപ്പെടുവിച്ചാണെന്ന് പറഞ്ഞിട്ട് പരസ്യം എന്നുള്ളത് മാറ്റിയിട്ട് ശ്രീനാരായണ ഗുരുവിന്റെ ഒപ്പ് വ്യാജമായി ചേർത്തുകൊണ്ട് ശ്രീനാരായണ ഗുരുവിന്റെ ജാതിയില്ല വിളംബരത്തിന്റെ ശതാബ്ദി ഞങ്ങൾ ആഘോഷിക്കുകയാണെന്ന് പറഞ്ഞിട്ട് തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പ്രചരണം നടത്തിയ ആളുകളാണ്. ഒരു ഗവൺമെന്റിനെ തന്നെ ശ്രീനാരായണ ഗുരുവിനെ തെറ്റിദ്ധാരണാജനകമായിട്ട് അവതരിപ്പിച്ച് പ്രചരണം നടത്തിയ ആളുകളാണ് ഈ പറയുന്ന CPM-ഉം അവരുടെ ഗവൺമെന്റും. അപ്പൊ അതുകൊണ്ട് അവർക്ക് എന്താണ് വേണ്ടത്? ഒരിക്കൽ ശ്രീ സുകുമാർ അഴീക്കോട് ഇത്തരം ആളുകളോട് പറഞ്ഞൊരു കാര്യമാണ് പിണറായി വിജയനോടും CPM-നോടും പറയാറുള്ളത്. യുക്തിവാദി നേതാവായിട്ടുള്ള ശ്രീ ജോസഫ് ഒരിക്കൽ പറഞ്ഞു, ശ്രീനാരായണ ഗുരു മതമില്ലാത്തവരുടെ മതമാണ് ശ്രീനാരായണ ഗുരുവിന്റെ മതം. അതിന് മറുപടിയായിട്ട് നാരായണ ഗുരു എന്ന ഗ്രന്ഥത്തിൽ സുകുമാർ അഴീക്കോട് ഈ ജോസഫിനെ പരിഹസിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് നാരായണ ഗുരുവിന്റെ എന്താണ് അദ്ദേഹത്തിന്റെ മതം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മതദർശനം എന്താണ് നിങ്ങൾ പഠിച്ചിട്ട് അദ്ദേഹത്തെ വിമർശിക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ വിമർശിക്കണ്ട. പക്ഷെ അത് മതമില്ലാത്തവരുടെ മതമാണ് അദ്ദേഹത്തിന്റെ മതം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അദ്ദേഹത്തെ വിമർശിക്കുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് ശ്രീനാരായണ ഗുരുവിനെ അറിയില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ദർശനങ്ങളെ കുറിച്ച് അറിയില്ല. നിങ്ങൾ വസ്തുതാ വിരുദ്ധമായും സത്യവിരുദ്ധമായും യുക്തിവിരുദ്ധവുമായാണ് നിങ്ങൾ ശ്രീനാരായണ ഗുരുവിനെ വിമർശിക്കുന്നത്. അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ മതമുണ്ട്, അത് സനാതന ധർമ്മമാണ് എന്ന് സുകുമാർ അഴീക്കോട് ആ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത്തരം ആളുകൾ നേരത്തെ യുക്തിവാദികൾ നടത്തിയ പോലെയുള്ള വിമർശനങ്ങൾ ഇപ്പോൾ CPM-ഉം പിണറായി വിജയനും ഏറ്റെടുത്ത് നടത്തുന്നതിന് അവരുദ്ദേശിക്കുന്ന രീതിയിലേക്ക് ശ്രീനാരായണ ഗുരുവിന്റെ ഒരു കള്ളിയിലേക്ക് ശ്രീനാരായണ ഗുരുവിനെ അവിടെ നിർത്തണം. അങ്ങനെ യുക്തിവാദത്തിന്റെയും അതുപോലെ തന്നെ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിന്റെയും കള്ളിയിലേക്ക് ശ്രീനാരായണ ഗുരുദേവനെ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പണ്ടൊരാള് ഒരു എലിപ്പെട്ടിയുമായിട്ട് ആനയെ പിടിക്കാൻ പോയൊരു കഥയാണ് ഓർമ്മ വരുന്നത്. അങ്ങനെ എലിപ്പെട്ടിയുമായി ആനയെ പിടിക്കാൻ പോയാൽ ഒരിക്കലും ആനയെ എലിപ്പെട്ടിയിൽ പിടിക്കാൻ കഴിയില്ല എന്ന് മാത്രമാണ് ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള ഒരു മഹായതീശ്വരനെ, മഹാമേരുവിനെ കേരളം കണ്ട ഭാരതം കണ്ട ആധ്യാത്മിക തേജപുഞ്ചമായിട്ടുള്ള ശ്രീനാരായണ ഗുരുവിനെ തങ്ങളുടെ കള്ളിയിൽ തങ്ങളുടെ കൂട്ടിൽ ഒതുക്കിയിട്ട് ശ്രീനാരായണ ഗുരുവിന്റെ ദർശനത്തെ പാശ്വലംബനം ചെയ്യാനുള്ള ശ്രമം മാർക്സിസ്റ്റുകാർ നടത്തി വരുന്ന ശ്രമം അത് പരാജയത്തിലേക്ക് കലാശിക്കൂ എന്നാണ് പറയുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ വത്സൻ തില്ലങ്കേരി. ഒരു ഘട്ടത്തിൽ നമ്മോടൊപ്പം ചേർന്നതിന് ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിന്റെ വക്താവല്ലെന്ന് ആവർത്തിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശിവഗിരിയിലെ സനാതനധർമ്മ പരാമർശം വിവാദമായതിലാണ് പ്രതികരണം.